ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോത്സ്യൻ കസ്റ്റഡിയിലാകുമ്പോൾ പുറത്തുവരുന്നത് അന്വേഷണം ശരിയായ ട്രാക്കിലെന്ന സൂചനയാണ്. കരിക്കകം സ്വദേശിയായ ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കുടുംബത്തിന് പല ഉപദേശങ്ങളും നൽകിയത് ജോത്സ്യനാണെന്നാണ് വിവരം. ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസം കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ കുടുംബത്തിന് വലിയ തോതിൽ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കുടുംബം പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയിരുന്നു. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് സാധൂകരിക്കുന്ന മൊഴികൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ തുക ദേവിദാസന് കൊടുത്തതായി അമ്മ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ. SP കുമാറായി മാറിയ ഇയാൾ അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറി. ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോയിരുന്നു. ആചാര്യൻ ശംഖുമുഖം ദേവിദാസൻ എന്നാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് മൂകാംബിക അസ്ട്രോസ് റിസർച്ച് സെന്റർ എന്ന സ്ഥാപനമുണ്ട്. കരിക്കകത്തടുത്ത് മൂകാംബിക മഠം സ്ഥാപിച്ചാണ് പ്രവർത്തനം. ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയ 2 സിനിമാക്കാർക്കടക്കം ഇദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. യൂട്യൂബിൽ ഇതിനൊപ്പം ചില വിവാദങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട്. ആണും പെണ്ണും സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ട സമയത്തിൽ ഉൾപ്പെടെ യൂട്യൂബിൽ വീഡിയോകളുണ്ടായിരുന്നു. പല ആത്മീയ യൂട്യൂബ് ചാനലുകൾ ഇയാളുടെ വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. കർക്കിടകം തീരുന്നു 24 മുതൽ 29 വരെ ഗ്രഹയുദ്ധം, കുജനും വ്യാഴവും. ഈ 6 കൂറുകാരെ ചവിട്ടിത്താഴ്ത്തിയവർ കൈകൂപ്പുമായി കരഞ്ഞു നിൽക്കും. ഈ 6 കൂറുകാർക്ക് ചക്രവർത്തി യോഗം. ജ്യോതിഷ ശിരോമണി ശ്രീ ശംഖുമുഖം ദേവിദാസൻ മൂകാംബിക മഠം എന്നിങ്ങനെ ചെയ്ത വീഡിയോയും ഉണ്ട്. കർക്കിടകത്തിലെ ഗ്രഹയുദ്ധത്തിൽ സ്പെഷ്യലിസ്റ്റാണ് ഇയാൾ. കസ്റ്റഡിയിൽ ആയതോടെ വിവാദ വീഡിയോകളെല്ലാം യൂട്യൂബിൽ നിന്നും അപ്രത്യക്ഷമായി. ഇയാൾ പണ്ട് ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. പ്രദീപ് കുമാർ എന്നായിരുന്നു പേര്. പിന്നീട് SP കുമാർ എന്ന പേരിൽ കാഥികനായി. മുട്ടക്കച്ചവടമടക്കം പല ജോലികൾ ചെയ്ത് ഒടുവിൽ ദേവിദാസൻ എന്ന പേര് മാറ്റി മന്ത്രവാദിയായി. മുട്ടസ്വാമി എന്ന പേരിലും അറിയപ്പെടുന്നു. പ്രദീപിന്റെ ഭാര്യയുടെ വീട് ബാലരാമപുരത്താണെന്നാണ് റിപ്പോർട്ടുകൾ. ദേവിദാസൻ സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപ തന്നിൽ നിന്ന് വാങ്ങിയെന്ന് ശ്രീതു നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നു. പൂജാരിയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കും. അടുത്തിടെ ശ്രീതുവും ഹരികുമാറും തലമുണ്ഡനം ചെയ്തിരുന്നു. ഇത് പൂജാരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നാണ് കരുതുന്നത്. ആലപ്പുഴയിലെ ഒരു മന്ത്രവാദിയുടെ സഹായിയായും ഹരികുമാർ പ്രവർത്തിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. കൊലപാതകത്തിൽ മന്ത്രവാദിക്ക് ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ്.